Welcome back to Social Science class. Children, what we have learned in the previous class? Do you remember? Yes, Earth and Biosphere. In this chapter, we learned major landforms, then knowing the soil, then disappearing paddy fields, sand mining in river, and the alternative paths. Today, we are going to move the next topic, that is biosphere, Jalamandalam. Are you ready? If you are ready, let's begin. Children, we already learned in the previous classes the 2/3 of surface of earth is water. Water found in liquid state in lake, ocean, river, etc. While in the polar region, we can find water as solid state in polar region and high mountains. And the atmosphere, we can find the water droplets and water vapor. So, water found in the earth like solid, liquid and gases is called hydrosphere. Clear? Children, now let's move on to the next topic, precious fresh water. For the life existence, we need fresh water. We know that 2/3 of water is available on land, but we are only getting 1% for the human consumption. The scarcity of fresh water getting from ocean, river, stream, etc. So students, നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഫ്രഷ് വാട്ടർ അത്യന്താപേക്ഷിതമാണ്. ഭൂമിയിലെ 2/3 വെള്ളമാണെങ്കിലും അതിൽ 1% മാത്രമാണ് നമുക്ക് കുടിക്കാൻ അനുയോജ്യമായിട്ടുള്ള വെള്ളം. ഇത് തന്നെ നമ്മൾക്ക് കിട്ടുന്നത് അടുത്തുള്ള ഓഷ്യൻസിൽ നിന്നും, ലൈക്കിൽ നിന്നും, റിവറിൽ നിന്നും, സ്ട്രീമിൽ നിന്നുമാണ്. അപ്പോൾ വെള്ളത്തിന്റെ ഈ അപര്യാപ്തത എത്രമാത്രം ആണെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ക്ലിയർ? Now let's move on to the next topic, water scarcity, ജല ദൗർലഭ്യം. മാൻ ഇന്റർവെൻഷൻ, മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് ജലത്തിൽ പൊല്യൂഷൻസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടിന്റെ പരിസരത്തിൽ ഏതൊക്കെ രീതിയിലാണ് ജലം മലിനപ്പെടുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, മനുഷ്യന്റെ ചില ഇടപെടൽ മൂലമാണ് ജലം ഇങ്ങനെ മലിനപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ജലം മലിനപ്പെടുന്നതിന് വിധേയമാകുന്ന കാരണങ്ങളെ കുറിച്ച് നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് അവയർനെസ് നൽകാം. എന്നാൽ ഒരു പരിധിവരെ ജലം മലിനപ്പെടുന്നത് നമുക്ക് തടയാൻ കഴിയും. ക്ലിയർ? The rainwater that runs off, it is estimated that the major chunk of rainwater falling on the Western Ghats reaches the sea within 2 days. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിലെത്തുന്നു എന്നാണ് കണക്ക്. Now, let's move on to the next topic, scientific modes of water management. Promote terrace farming. കുന്നിൻ ചെരുവുകളിലെ തട്ടുകളായി കൃഷി ചെയ്യുക.
cultivate fruit-bearing trees instead of crop like coconut and alpinut that have fibrous root along the rocky hill slope with shallow soil. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ 4 വേരുകളുള്ള മരങ്ങൾക്കു പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. Instead of concrete, use locally available rocks and wood to create check dam along hill slopes. മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അതാതിടത്തു കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. Construct earthen walls for soil conservation. മണ്ണ് സംരക്ഷണ കയ്യാലകൾ നിർമ്മിക്കുക. Avoid construction activities and cultivation of crop like tapioca, yam, etc. on steep slope, since these crops require frequent tilling. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. Plant trees on barren land. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. Do not dump household and industrial waste into water bodies. ഗാർഹിക വ്യവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാതിരിക്കുക. Protect paddy field, ponds, lakes and river bank from reclamation. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. Children, these are the scientific modes of water management. ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നാം കൃഷി ചെയ്യുക എന്നുള്ള കാര്യമാണ് മേൽ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സാധ്യമാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ മഹാരാഷ്ട്രയിൽ തന്നെ വളരെ കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശമായ റാലിംഗ സിദ്ധിയിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ആ പ്രദേശത്തെ എത്രമാത്രം മാറ്റിയെന്ന് നമുക്ക് ഈ ഓഡിയോയിലൂടെ ഒന്ന് ശ്രമിച്ചാലോ. സക്സസ് സ്റ്റോറി ഓഫ് റാലിഗഞ്ച് സിദ്ധി. റാലിഗഞ്ച് സിദ്ധി is a small village in the Ahmednagar district of Maharashtra. It has an average annual rainfall of less than 50 cm and that too irregular. Groundwater level more than 20 meters below the surface. Well, that start drying when the summer begins. Severe water scarcity, high rate of soil erosion, lack of vegetative cover, unsuitable agricultural production due to the dependence on rainfall. Unemployment and poverty were the story of Raleganj Siddhi till 1975. Sri Baburao Hazare, who retired from military services in 1975, organized the village youth for the development of Raleganj Siddhi. He created public awareness on various agricultural development projects of the government. He searched for better agricultural practices and tried discussing them with the villagers. It was then decided to cultivate onion instead of sugarcane, which require more water. They discouraged the construction of private wells. Instead, importance was given to public wells. Today, the villages has 7 public wells and plenty of water.
They have minor irrigation projects to supply water all over the village. People plant a lot of trees throughout the village. Soil conservation has become a part of their life. Today, the village has an intermediate college, schools, cooperative societies and other facilities. Now, Ralegan city is a story of success. റാലേഗൻ സ്ഥിതിയിലെ വിജയഗാഥ. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയിൽപ്പെട്ട റാലേഗൻ സ്ഥിതി എന്ന ചെറു ഗ്രാമം വർഷത്തിൽ ശരാശരി 50 സെന്റിമീറ്റർ താഴെ മാത്രം മഴ അതുതന്നെ സ്ഥിരമായി ലഭിക്കാറുമില്ല. ഉപരിതലത്തിൽ നിന്നും 20 മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണറുകൾ, കടുത്ത ജലക്ഷാമം, ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ്, സസ്യാവരണമില്ലായ്മ, മഴയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ സ്ഥിരതയില്ലാത്ത കാർഷിക വിളവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഇതൊക്കെയായിരുന്നു 1975 മുൻപുള്ള റാലേഗൻ സിറ്റിയിലെ ചരിത്രം. 1975 സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ശ്രീ ബാബു റാവു ഹസാരെ ഗ്രാമീണരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിനായി മുന്നിട്ടു. കാർഷിക വൃത്തി പരിപോഷിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഒപ്പം കൃഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും ശ്രമിച്ചു. അമിതമായ ജലം, ആവശ്യമുള്ള കരിമ്പിന് പകരം ഉള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നതിന് നിരുത്സാഹപ്പെട്ടു. പകരം പൊതുകിണറുകൾക്ക് പ്രാധാന്യം നൽകി. ഇന്ന് അവർക്ക് 7 പൊതുകിണറുകളുണ്ട്. അവയിൽ ഇഷ്ടംപോലെ വെള്ളവും ഗ്രാമത്തിൽ എവിടെയും വെള്ളം എത്തിക്കാനുള്ള ചെറുകിട ജലസേചന സംവിധാനങ്ങളും ഉണ്ട്. മണ്ണ് സംരക്ഷണം അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്നിരിക്കുന്നു. ജനങ്ങൾ ഗ്രാമത്തിൽ എമ്പാടുമായി ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ഇന്നവിടെ ഒരു ഇന്റർമീഡിയറ്റ് കോളേജ്, സ്കൂളുകൾ, സഹകരണ സംഘങ്ങൾ, മറ്റ് ജീവിത സൗകര്യങ്ങൾ ഇവയ്ക്കും ഉണ്ട്. So children, what we have learned today? Yes, we learned hydrosphere, then precious fresh water, then scarcity of water, then scientific modes of water management. Very good. So children, this is for today's class. Hope you all have understood the topics well. I will meet you soon with a new topic. Be safe until we meet again. Thank you for being with me. Have a nice day.